വെൽക്കം ടു അനദർ പേജ് ഓഫ് മല്ലു ഡയറി. അപ്പോൾ ഇന്ന് മല്ലു ഡയറി നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ചെന്നൈയിലെ കുറച്ച് സ്പെഷ്യലായിട്ടൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. സ്പെഷ്യലായ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, നമ്മൾ എവിടേക്കാണ് പോകുന്നത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. വേറൊരു പുതിയ സ്ഥലമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു ദിവസം 2 ദിവസം ചെന്നൈ കാണാൻ വരുന്നവർക്ക് ഞാൻ ഈ സ്ഥലം സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അല്ലാത്തവരുണ്ടാവും, ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ പോയി എന്തായാലും മസ്റ്റായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. നല്ല ചൂടൊക്കെ ഉണ്ട്, എന്നാലും ചെറിയ കാറ്റൊക്കെ ഇട്ട് ഇന്ന് നല്ല രസമായിരുന്നു നടന്നു പോകാൻ തന്നെ. അങ്ങനെ നടന്ന് നമ്മുടെ ലോക്കൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്ന് എൻ്റെ യാത്ര ലോക്കൽ ട്രെയിനിലാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ചെന്നൈയെ കുറിച്ച് പറയണം എന്തായാലും. സൂപ്പറാണ് ചെന്നൈ കാര്യത്തിൽ. ഇവർക്ക് പബ്ലിക് ബസ്സുകളുണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടിന് ലോക്കൽ ട്രെയിനുകളുണ്ട്. ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ ലോക്കൽ ട്രെയിനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന സാധനം. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി. കാണുമ്പോൾ ഒരു വീടാണിത്, പക്ഷേ ഇതൊരു വീടല്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു ഹെവനാണ്. പാരറ്റ് സുദർശൻ സാറിൻ്റെ വീട്. അതെ, അത് തന്നെയാണ് ശരിയായ പ്രയോഗം, പാരറ്റ് സുദർശൻ സാർ. ഇത്രയും നിൽക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഒരുക്കിയിരിക്കുന്ന വിരുന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. 90% ആൾക്കാരും മലയാളീസാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ നിൽക്കുന്ന മനുഷ്യനാണ് സുദർശൻ സാർ, ആ ക്യാപ്പ് വെച്ചിരിക്കുന്ന ആൾ. എന്താ പറയുക, ഇത്രയും ഡൗൺ ടു എർത്തായിട്ടൊരു മനുഷ്യനെ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. വരുന്നവരെ സ്വീകരിക്കുന്ന രീതിയിലും അവർക്ക് വെള്ളം കൊടുത്ത് അവർക്ക് ഇരുത്തി അവർക്കൊരു മൈൻഡ് റിലാക്സേഷന് പോലെ മാജിക് പറഞ്ഞ് മാജിക് കാണിച്ച് അത് പഠിപ്പിച്ച് എന്ത് രസമായിരുന്നു അറിയോ. ഭയങ്കര ഇൻട്രാക്റ്റീവായിട്ടൊരു മനുഷ്യൻ. പറഞ്ഞു വരുന്ന ഇതല്ല, ഇവിടെ ഹൈലൈറ്റ് തത്തയാണ്. പാരറ്റ് സുദർശൻ സാറിൻ്റെ പാരറ്റ്സ്. ആ ചുമരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും തത്തകൾക്കായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വിരുന്നിടം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്കൊക്കെ പക്ഷികളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊക്കെ നമ്മളൊരു കൂട്ടിൽ വളർത്തുന്ന പക്ഷികളെയാണ് കണ്ടിട്ടുണ്ടാവുക. ഒരു തുറന്ന ആകാശം തുറന്നു കൊടുത്ത് അവിടെ ഞാൻ പക്ഷികളെ സ്നേഹിച്ച് എൻ്റെ പക്ഷികളെ ഞാൻ വളർത്തുന്നു എന്ന് പറയുന്നത് കുറച്ച് റെയറല്ലേ. അതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഈ ഒരുക്കിയിരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സിൽ പക്ഷികൾക്ക് അല്ലെങ്കിൽ തത്തകൾക്കുള്ള ഭക്ഷണം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണം വിളമ്പി അവരെ വിളിച്ച് അവർക്ക് ഭക്ഷണം ഊട്ടി അവരെ ഹാപ്പിയാക്കി തിരിച്ചയക്കുന്ന ഒരു പ്രത്യേക തരം എന്താ പറയുക, ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. അവർ 16 വർഷത്തോളം സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഈ തത്തകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ നമുക്കങ്ങനെ കാണില്ല. ഇപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു സമയത്ത് എല്ലാ അറേഞ്ച്മെൻറ്റ്സും പൂർത്തിയായാൽ കൂട്ടമായിട്ട് വന്ന് അവിടെ ഒരുക്കിയിരിക്കുന്ന വിരുന്ന് മുഴുവൻ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ച് അവർ അവിടെ ഇതാണ് അവരുടെ ഭക്ഷണ സ്ഥലം. അത്രയും പക്ഷികളെ സ്നേഹിക്കുന്നൊരു മനുഷ്യൻ എന്ന് മാത്രമല്ല, ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു സംഭവമാണിത്. ഒരു എൻട്രി ഫീസോ അല്ലെങ്കിൽ അവരിതിൽ നിന്ന് ഒരു പൈസയോ ഒന്നും പ്രതീക്ഷിക്കാതെ പക്ഷികൾക്ക് വേണ്ടി മാത്രം തുറന്നു കൊടുക്കുന്നു. இவங்க இந்த ரோ மெயின்டைன் பண்ணி சாப்பிடுவாங்க. ரொம்ப அழகாக இருக்கும் பாருங்க. ஒவ்வொரு வேர்க்களையும் தோல் பிடிச்சி அழகாக கடிச்சு தான் சாப்பிடுவாங்க. ஒவ்வொன்றையும் ரசிச்சு பாருங்க. எல்லாரையும் ஃபோன்லேயே பார்த்துட்டு போயிட்டீங்கன்னா ஒன்றுமே ரசிக்க முடியாது. அதனால பாருங்க. ഇത്രയും പേരുടെ മുഖത്ത് ക്യൂരിയോസിറ്റി കണ്ടാൽ മനസ്സിലാവൂലേ എത്രത്തോളം ആകാംക്ഷയോടെയാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. നോക്കിയേ, എന്ത് രസമുള്ള കാഴ്ചയെന്നറിയോ. നമ്മൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. ഇത്രയും പ്രകൃതിയോട് ഇണങ്ങി അല്ലെങ്കിൽ നേച്ചറിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ലൈഫിൽ ഒരു തവണയെങ്കിലും കാണണം, സംസാരിക്കണം. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ട കാഴ്ച തന്നെയാണ്. ഇവരെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്, ഇവരൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും ഈ പ്രകൃതിയുടെ അവസ്ഥ എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതൊക്കെ നമ്മളോട് സാറൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യും കേട്ടോ. കേട്ടോ നോക്കാം. இது நம்ம ஊர் கிளிங்க. கிளிலாம் நீங்கள் பார்க்குறது ரொம்ப கஷ்டம். சென்னையில் பாருங்கள் எப்படி பண்ணி வச்சுருக்கேன். ஏன்னா மரங்கள் இல்லை இவங்களுக்கு. என்னப்பா ஒழிக்கிறீங்க, மரங்கள் இல்லை. சாப்பாடு 10,000 மரம் இந்த இடத்துல எடுத்துருக்காங்க. அதானி பிரிட்ஜு கட்டுறாரு. இந்த ஏரியாவில் மட்டும் 10,000 மரம் எடுத்துருக்காங்க. ஒவ்வொரு மரத்துலையும் எத்தனையோ கிளிகள் பார்த்து, எத்தனை கிளி இருக்கு, எத்தனை ஜீவராசிகள். இவங்க தான் நம்ம ஊர் பச்சையாக மரங்கள் நடுறது. நம்ம மரம்லாம் நடுறது இல்லை, வெட்டுறது, சாப்பிட்றது, ஊரை அழிக்கிறது. இவன் இந்த பீயிங்லாம் காப்பாற்றுறது, உலகத்தை காப்பாற்றுறது. நம்மலாம் எதுவும் இயற்கையை முடிஞ்ச வரைக்கும். அதனால இந்த மாதிரி வீட்டில் போயிட்டு நீங்கள் பண்ணாதீங்க. பேங்க்கு பேலன்ஸ் இருக்காது. 16 வருஷமாக பண்ணுறேன். தயவுசெய்து நீங்கள் என்ன பண்ணுங்கள், மரங்கள் நடுங்க.
எனக்கு ரிட்டர்ன் கிஃப்டா எங்க சீடு எடுத்து வந்து கொடுப்பாங்க. ரிட்டர்ன் கிஃப்ட் அவங்க எச்சத்துல வந்த சீடு சும்மா நம்ம குத்தியில போட்டாவே அதுவே மரமா செடியா வளரும். நான் ஒரு 2000 மரம் நட்டு வந்திருக்கிறேன். நீங்க அது பண்ணலாம், மரங்கள் நடலாம். நீங்க வந்திருக்கிறது ஆஃப் சீசன், சீசன் இல்லை. டிசம்பர் ஜனவரி மேல 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 பாருங்க, மேல பாருங்க. ஆமா, டிசம்பர் ஜனவரி பிப்ரவரியில வாங்க. திஸ் பிளேஸ் பிகம் எ ஹெவன். இதை விட 4 மடங்கு அதிகமா இருக்கும். ஆமா, இந்த ரோப்லாம் எது கட்டிருக்கிறேன்னா வெயிட்டிங் ரோப். நம்ம ஹோட்டல்ல எப்படி வெயிட் பண்றோம், இங்க ஃபுல் ஆயிடுச்சுன்னா அந்த ரோப்ல வெயிட் பண்ணி நெக்ஸ்ட் பேட்ச் சாப்பிடும். அதனால மரங்கள் இல்லை, தயவு செய்து இதெல்லாம் பண்ணாதீங்க. மரங்கள் நடுங்க, பிளான்ட் மோர் ட்ரீஸ். ஏன்னா இயற்கையோட வாழ்ந்தா நோய் நொடி இல்லாமல் வாழலாம். ஏசியில் இருந்தீங்கன்னா லங்ஸு போயிடும், கிட்னி போயிடும், ஒவ்வொன்றா போயிடும். இந்த மாதிரி குழந்தைங்களுக்கு நம்ம ரிட்டர்ன் கிஃப்டாக பணத்தையோ கோல்டோ வச்சோ சாப்பிட முடியாது. யூ வாண்ட் டு கிவ் எ நேச்சர். நாம் பண்ண நம்ம இயற்கையோட இருந்தோம் இல்லையா, அந்த இயற்கையை மீட்டு தரணும். நீங்கள் பண்ணுறாங்க. இதை விட நல்லா பாருங்க, டிசம்பர் ஜனவரி பிப்ரவரி மார்ச் வாங்க, ரொம்ப அருமையாக இருக்கும். பாருவாங்க, அருமையாக பார்க்கலாம். 4 மணிக்கு எவ்ரிடே டீச்சர்ஸாக வர மாட்டேங்கிறீங்க, சுத்தமாக வரீங்க, சுத்தமாக போகிறீங்க. சம்பளத்துக்கு தண்ணி வைங்க, பேரண்ட்ஸு. പിന്നെ അങ്ങോട്ട് പോകണം, കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ലൈറ്റ് കളർ ഡ്രസ്സ് വേണം ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ അവർ പൈസയോ കാര്യങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. ഇഫ് യു വാണ്ട് ടു ഗിവ് സംതിങ്, നമ്മൾ പാരൻസിന് വേണ്ട ഫുഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ അവർ സ്വീകരിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചിന്താതിരിപ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഒരു 800 മീറ്റർ മാത്രമേ ഉള്ളൂ. എന്തായാലും മസ്റ്റ് വാച്ചാണ്.